ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ട്യൂലിപ്പ് ഫ്ലവർ ഉണ്ടാക്കിയാലോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ ഇത് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് എന്നാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ നല്ല പണിയായിരുന്നു. എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ക്ലേ എടുത്ത് പരത്തിയിട്ട് അതിൻ്റെ നടുവിൽ കെട്ടുകമ്പി വെച്ചു കൊടുത്തു. കെട്ടുകമ്പി വെച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ തണ്ട് കുറച്ച് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടുകമ്പി വെച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് ഇതുപോലെ പരത്തിയെടുക്കണം. അങ്ങനെ നമ്മളുടെ ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ തണ്ടായി. ഇനി നമുക്ക് പെറ്റൽസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണാണ് എടുത്തത്. കൈകൊണ്ട് പെറ്റൽസിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ സ്പൂണിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പരത്തിയാൽ മതി. എന്നിട്ട് അതിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം. ഇതുപോലെ 3 പെറ്റൽസാണ് ഞാൻ ആക്കിയത്. ആദ്യത്തെ പെറ്റൽസ് സ്പൂൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പെറ്റൽസ് കൈ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഈ പെറ്റൽസ് ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച തണ്ടിലേക്ക് വെച്ച് കൊടുത്തു. ഇനി കുറച്ച് ക്ലേ എടുത്തിട്ട് സ്റ്റെമ്മിൻ്റെയും പെറ്റൽസിൻ്റെയും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് രണ്ടിനെയും ജോയിൻ ചെയ്ത് കൊടുത്തു. വെള്ളം തൊട്ടിട്ട് ട്യൂലിപ്പ് ഫ്ലവർ സോഫ്റ്റ് ആക്കി കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തി ഉപയോഗിച്ചും കൈ ഉപയോഗിച്ചൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ട്. ഇനി ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ലീഫ് വെച്ച് കൊടുക്കണം. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് പരത്തിയിട്ട് ലീഫിൻ്റെ ഷേപ്പാക്കിയിട്ട് ട്യൂലിപ്പ് ഫ്ലവറിന് വെച്ച് കൊടുത്തു. ഇതുപോലെ 2 ലീഫ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ലീഫ് വെള്ളം തൊട്ടിട്ട് സ്റ്റെമ്മിന് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കളർ അടിക്കുന്നതും ഈ ക്ലേക്ക് എന്താ സംഭവിച്ചതെന്നും അടുത്ത വീഡിയോയിൽ കാണിക്കാം.